ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ഡാൻസ് മാരത്തൺ കൊള്ളായിരുന്നു. സംഭവം ഓരോ ക്യാരക്ടർ റോൾ കൊടുക്കുന്നു. എനിക്കൊന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ സീസണിലേക്ക് ഇത് ഉണ്ടായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ ഉള്ളതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം സീസൺ 5-നകത്തും സീസൺ 4-നകത്തൊക്കെ ഇത് ഉള്ളതായിട്ട് എനിക്കറിയാം. സീസൺ 6-നകത്ത് ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഓരോ ക്യാരക്ടർ റോൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് സിനിമയിലെ ക്യാരക്ടർ റോൾ കൊടുക്കുന്നു, അതനുസരിച്ച് പാട്ടിടുന്ന സമയത്ത് അവർ പോയി ഡാൻസ് കളിക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഈ ഒരു ഡാൻസ് മാരത്തണിനകത്ത്, ഈ ഒരു ടാസ്കിനകത്ത് ഇന്ന് തൂക്കിയിരിക്കുന്ന അനിമോളാണ്. അനിമോള്, അതുപോലെ സാബുമാൻ കൊള്ളായിരുന്നു. പിന്നെ ആരിനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്മി കുഴപ്പമില്ലായിരുന്നു. പിന്നെ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാരക്ടർ കുഴപ്പമില്ലായിരുന്നു, കാർത്തുമ്പി. അപ്പം ആരിന് ഇട്ടിരിക്കുന്ന മായാമോഹിനിയിലെ ദിലീപിൻ്റെ വേഷമാണ് മായാമോഹിനിയായിട്ട്. പിന്നെ അനുമോക്ക് ഇട്ടിരിക്കുന്ന നന്ദിനിയായിട്ടാണ്. പിന്നെ ഷാനവാസിന് ഇട്ടിരിക്കുന്ന വേലായുധനായിട്ടാണ് പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അത് വേലായുധനൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. എന്നാലും കോമഡിയാണ്. പിന്നെ അക്ബറിന് ഇട്ടിരിക്കുന്ന മിന്നൽ മുരളി. അക്ബറിനൊക്കെ വെറുതെ വെറുതെയാണ് കൊടുത്തിരിക്കുന്നത് മിന്നൽ മുരളിയൊക്കെ. എന്ത് പെർഫോം ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ അക്ബറിന് മിന്നൽ മുരളിയുടെ ഇത് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അക്ബറൊക്കെ എന്തോ പെർഫോം ചെയ്യും. അതുപോലെ അതിലേക്കാണെങ്കിൽ ഒരു എന്തോ ചെയ്യാൻ അറിയാത്തൊരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പാർത്ഥ ജയറാമിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ആ പടത്തിലൊരു ക്യാരക്ടർ. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇട്ടത് എനിക്ക് തോന്നുന്നു അനിമോളാണ്. കാരണം സാബുമോനെ ഞാൻ പറയുന്നില്ല. ഈ സാബുമോനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ആഴ്ച കുറേ ആൾക്കാർ ആ ഒരു സിമ്പതിയുടെ പുറത്ത് സാബുമാനെ വോട്ട് ചെയ്ത് അവിടെ നിർത്തും. മനസ്സിലായോ? അപ്പം ഇതുപോലെ ആയിരുന്നു കഴിഞ്ഞ സാബുമാൻ. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയല്ലേ അല്ലേ, ഒരു വീക്കിലി നല്ലൊരു ടാസ്ക് കൊടുത്തതിന് അന്ന് ഇവർ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം സാബുമാൻ വെയിൽ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് സഹതാപം തോന്നിയിട്ട് സാബുമാന് കുറേ വോട്ട് കൊടുത്തു. അപ്പം എനിക്ക് തോന്നുന്നു തന്ത്രപൂർവ്വമായിരിക്കാം സാബുമാൻ ഈ ഒരു ടാസ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നത്. കാരണം നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നറിയാം, പോകുമെന്നും അറിയാം. അങ്ങനെയെങ്കിലും ടാസ്ക് കളിച്ച് കുറച്ച് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എന്നിട്ട് തന്നെ പുള്ളിക്കാരൻ ഒരു VV മെറ്റീരിയൽ അല്ല, അവിടെ നിൽക്കാൻ യോഗ്യതയില്ല, പുള്ളിക്ക് ഒരു കഴിവുമില്ല. ഓക്കെ. ചിലപ്പം ഇതിൻ്റെ പേരിൽ പുള്ളിക്ക് കുറച്ച് വോട്ട് കിട്ടൂടെ. എന്തായാലും വോട്ട് ചെയ്യുന്നവരൊന്ന് ഐക്യമൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെച്ചോട്ടോ. മനസ്സിലാക്കിയിട്ട് ആർക്കും ഇതുപോലുള്ള വാഴകൾ നിർത്തണോ അതോ നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാരെ നിർത്തണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക. അപ്പം എന്തായാലും കൊള്ളായിരുന്നു കാരണം എല്ലാവരെയും മേക്ക് ഓവർ ചെയ്തെടുത്തത് അനുവാണ് കേട്ടോ. അതുപോലെ ആരിനെയൊക്കെ ഒരുക്കിയതും അനുവാണ് നല്ലപോലെ. കാരണം കുറേ എഫോർട്ട് എടുത്തു. പിന്നെ അനു ഓൾറെഡി ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരിക്ക് ഏത് ക്യാരക്ടർ റോള് കിട്ടിയാലും, കാരണം സ്റ്റാർ മാജിക്കിനകത്ത് നമ്മൾ കണ്ടാണ് എന്തുവാണ് അനുവൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയതല്ലേ. കാരണം അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു വ്യക്തിയാണ് അനു. സ്റ്റാർ മാജിക്കിലൊക്കെ തങ്കച്ചനും അനുവൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഈ അനുവിന് PR ആണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം അനുവിന് PR കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അത് എല്ലാ കണ്ടസ്റ്റൻസിനും കാണും. കാരണം അനുമോളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്ക് തൊട്ടേ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു വരുന്നൊരു ഒരു ആളാണ് അനുമോള്. അത് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു കൊറോണ സമയത്തൊക്കെ സ്റ്റാർ മാജിക് ഗൾഫിൽ ഇരുന്നിട്ടാണ്, ദുബായിൽ ഇരുന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നത്. അപ്പം ഈ അനുമോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും ഒരുപാട് ഫാൻസുകാർ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അനുമോളായിക്കോട്ടെ, തങ്കച്ചനായിക്കോട്ടെ. സ്റ്റാർ മാജിക്കിലെ എല്ലാ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കേരളത്തിനകത്തുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. അപ്പം PR-ൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ് ഈ അനുവൊക്കെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി പ്രേക്ഷകരെ ഇത് നേടിയെടുത്തിട്ടുള്ള ആളും കൂടെയാണ് സ്റ്റാർ മാജിക്കിലൂടെ. അപ്പം ഒരുപാട് എഫോർട്ട് ഇട്ട്. അതുപോലെ ഈ ഒരു ടാസ്ക് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷൊക്കെ ചെന്ന് അനുമോളെടുത്ത് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും മേക്കപ്പ് ചെയ്തതും ആ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് എഫോർട്ട് ഇട്ടതും അനുമോളാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നല്ല ക്ലിയർ ആക്കി നല്ല അടിപൊളിയാക്കി എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നാണ് ബിന്നിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഷാനവാസ് പുള്ളിയെ പെൺകോന്തൻ എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു പരാതിയായിട്ടൊരു വീഡിയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നാണ് കണ്ടത് കേട്ടോ.
അപ്പം എനിക്ക് പുള്ളിയുടെ ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയാം, ആ ഒരു ഇഷ്ടവും കൂടെ പുള്ളിക്കാരൻ കളയാനെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് പുള്ളിക്കാരൻ നാണം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ബിന്നിയെ ഓക്കെ, നിങ്ങളെ വൈഫിനെ സപ്പോർട്ട് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇത് ബിഗ് ബോസ് ഷോ ആണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറവും നടക്കുമെന്ന് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ ഒരു ഷോയിലേക്ക് നിങ്ങളെ വൈഫിനെ പറഞ്ഞു വിട്ടത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതല്ല ഇതിനപ്പുറം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഷാനവാസ് പെൺകോന്തൻ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഷാനവാസിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന മക്കളെയും പിള്ളേരെ മക്കളോട് പറയുവാണ്, മക്കളെ എന്തോ പപ്പായെ കണ്ട് പഠിക്കല്ലേ എന്ന് പുള്ളി ഉപദേശം കൊടുക്കുവാണ്. എന്തുവാടേ, കുറച്ചെങ്കിലും വിവരം ഉണ്ടോടേ? ഇയാൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു. ഐക്യു എന്ന് പറഞ്ഞ സാധനമില്ലെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ബെന്നിയാണ് അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് പോയത്. ബെന്നിയാണ് ആദ്യം ഈ ഷാനവാസിന്റെ വീട്ടിലുള്ള ആൾക്കാരെയും പെണ്ണുമ്പിള്ളയൊക്കെ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് ഷാനവാസ് സംസാരിച്ചത്. നമ്മൾ ആദ്യം നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യണം, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോകണം. അതാണ് വേണ്ടുന്നത്. ഇവിടെ ബെന്നിയാണ് ആദ്യം ഷാനവാസിന്റെ ഫാമിലിയെ പറ്റിയിട്ട് പറഞ്ഞത്, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞതിന് പുള്ളിക്കാരന് ഒന്നുമില്ല, ഒന്നും പറയാനുമില്ല, ഒന്നും എടുക്കാനുമില്ല. അപ്പം വൈഫ് എന്ത് തെറ്റ് ചെയ്താലും വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഴങ്ങൻ ഹസ്ബൻഡായിട്ടാണ് എനിക്ക് പുള്ളിക്കാരനെ തോന്നിയത്, സത്യമായിട്ടും കേട്ടോ. ഈ ഒരു വീഡിയോ പുള്ളിക്കാരൻ എന്ത് കണ്ടിട്ടിട്ട് എന്തിനാ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവിടെ ഷാനവാസ് പറഞ്ഞത് ശരിയാന്നല്ല ഞാനും പറയുന്നത്. ഷാനവാസ് പറഞ്ഞതും തെറ്റാണ്, പുള്ളിക്കാരൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, പുള്ളിക്കാരൻ്റെ ഭാഷയും ശരിയല്ല. പക്ഷേ ഇവിടെ ആദ്യം ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത് ബിന്നിയാണ്. വായി വരുന്നത് വീട്ടിലുള്ള ആൾക്കാരും ചേർത്ത് പറഞ്ഞത് ബിന്നിയാണ് അല്ലേ? അപ്പം സ്വന്തം വൈഫ് ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാളെ വീട്ടിൽ ഇരിക്കുന്ന അവരെ പിള്ളേരെയും പറഞ്ഞ് അവരെ വീട്ടുകാരെയും പറഞ്ഞ് അയാൾ വീട്ടിൽ അങ്ങനെയാണ്, മക്കളുടെ അങ്ങനെയാണ്, പെണ്ണുപിള്ളയുടെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറ്റിയിട്ട് ഇതുപോലെ മോശമായിട്ട് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ തെറ്റ് മറച്ചു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഇന്നാണ് ഈ സംഭവം, ഈ ഒരു വീഡിയോ കാണുന്നത്. എന്തായാലും പുള്ളിക്കാരൻ, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ വരത്തില്ലായിരുന്നു. നമ്മൾ ആദ്യം എന്താണ് വേണ്ടുന്നത്, ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഇത് ഒരു ബിഗ് ബോസ് ഷോ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ബിന്നി അങ്ങോട്ട് വിട്ടത് ഈ പുള്ളിക്കാരൻ അല്ലേ? പുള്ളിക്കാരനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടേ. ചിലപ്പം ഈ ഒരു വീഡിയോയുടെ കൂടെ കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മതി, ഐക്യമുള്ളവർക്ക് മനസ്സിലാവും. ഐക്യം വെച്ച് ചിന്തിക്കുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പറ, ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും. നിങ്ങളൊന്ന് പറ, അവിടെ ആദ്യം ചൊറിഞ്ഞുകൊണ്ട് പോയത് ബിന്നിയാണ്, വീട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് പോയത് ബിന്നിയാണ്. അപ്പോഴാണ് ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. മനസ്സിലായി? ഇതൊക്കെ അത്രയ്ക്കും പേഴ്സണലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ ആ ഷോയുടെ അകത്ത് സംസാരിക്കുന്ന അവിടെ കഴിഞ്ഞിട്ടാണ് അവർ വെളിയിലോട്ട് വരുന്നത്. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനായിരിക്കും പുള്ളിക്കാരൻ ഷാനവാസ് അങ്ങനെ പറഞ്ഞത്. ഇത് വെളിയിരുന്നുകൊണ്ട് ഈ ബിന്നിയുടെ ഹസ്ബൻഡ് അത് ഭയങ്കര പേഴ്സണലാക്കി എടുത്തിട്ട് അതിനെതിരെ ഒരു വീഡിയോ ഇട്ടേക്കുന്നു. എന്തുവാടെ, തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. ഇതിപ്പം ബിന്നിക്ക് നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചേക്കുവാണ് ബിന്നിയുടെ ഹസ്ബൻഡ്. എന്തായാലും കൊള്ളാം. കുറച്ചൊക്കെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി അതും പോവും. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണല്ലോ ഓരോ ആൾക്കാർ അതിലോട്ട് പോകുന്നതും ഓരോ ഫാമിലീസ് അവരോരോ ആൾക്കാർ അതിനകത്ത് വിടുന്നതും. അത് ബിഗ് ബോസ് ആണ്. അവിടെ ചെല്ലുമ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പലരും പറയുന്നത് പല രീതിയിലും കേൾക്കേണ്ടവരൂടെ. അതിനൊക്കെ പ്രതികരിച്ച് അവിടെ നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി. ഇത്രയും പേഴ്സണലാക്കി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന സമയത്തല്ലേ ബിന്നിയുമായിട്ട് ഷാനവാസുമായിട്ട് ഫൈറ്റ് ഉണ്ടായത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ട് അവിടെ മിണ്ടിയില്ല? എന്നാൽ പിന്നെ അവിടെ നിന്ന് തുറന്നു പറയാമായിരുന്നല്ലോ. എൻ്റെ വൈഫിനോട് നിന്നെ സംസാരിക്കുന്നത്, വഴക്ക് കൂടുന്നതെന്നൊക്കെ പറയാമായിരുന്നല്ലോ. അവിടെ മിണ്ടാതെ അവിടെ പോയി മാറിയിരുന്നിട്ട്. അതൊരു ഗെയിമാണ്, അത് മനസ്സിലാക്കുക. എന്തായാലും കൊള്ളാം, കെട്ടിയവനും കൊള്ളാം, പെണ്ണും പിള്ളയും കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പം സീ യു, ഗുഡ് നൈറ്റ്.